ഈ കഥ ലാവാ ഗ്രാമത്തിന്റെ കഥയാണ്. ഇവിടെ ഒരു ഭംഗിയുള്ള ചെറുപ്പക്കാരനായ മോഹൻ വളരെ ലേറ്റായി തന്റെ ബൈക്കിൽ വീട്ടിലേക്ക് തിരികെ വരികയാണ്. ഒരു പ്രേതം പുളിമരത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് അവനെ നോക്കുകയായിരുന്നു. അവനെ കണ്ടതും ആ പ്രേതം ഒരു ഭംഗിയുള്ള പെണ്ണായി രൂപമെടുത്തു. എന്നിട്ട് അവന്റെ മുൻപിൽ ചെന്ന് നിന്നു. തനിച്ച് നിന്നുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ കണ്ടിട്ട് മോഹൻ തന്റെ വണ്ടി നിർത്തി. ചേട്ടാ, നിങ്ങൾ എങ്ങോട്ടാ പോകേണ്ടത്? വേണമെങ്കിൽ ഞാൻ നിങ്ങളെ പോകുന്ന വഴിയിൽ ഇറക്കി വിടാം. അവിടെ നിങ്ങൾക്ക് ബസ് കിട്ടും. ഇത് കേട്ടതും ആ പ്രേതം അവന്റെ ബൈക്കിൽ കയറിയിരുന്നു. മോഹൻ ബൈക്ക് ഓടിക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം ചെന്നതിന് ശേഷം മോഹൻ വണ്ടി നിർത്തി. നിങ്ങൾ ഇങ്ങോട്ട് തന്നെ ഇറങ്ങിക്കോളൂ, ഇവിടെ നിങ്ങൾക്ക് ബസ് കിട്ടും. ആ പ്രേതം ബൈക്കിൽ നിന്നും താഴേക്കിറങ്ങി. മോഹൻ തന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സ്ഥലത്തു നിന്നും പോയി. കുറച്ചു ദൂരം ഡ്രൈവ് ചെയ്തതിന് ശേഷം അവൻ തന്റെ വീട്ടിലേക്ക് ചെന്നെത്തി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇപ്പോഴും ആ പെണ്ണ് അവന്റെ ബൈക്കിൽ ഇരിക്കുകയായിരുന്നു. ചേട്ടാ, നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയല്ലേ? വീണ്ടും എങ്ങനെയാ ഇങ്ങനെ വന്നത്? കാര്യം എന്താണെന്നാൽ സമയം ഒരുപാടായി, അതുകൊണ്ട് ബസ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാമെന്ന് കരുതി. രാവിലെ ഞാൻ പോയേക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ പറയൂ, ഞാൻ പോയേക്കാം. അയ്യോ, ഇല്ല ഇല്ല, നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ തന്നെ താമസിക്കും. നാളെ തിരിച്ചു പോവാം. മോഹൻ തന്റെ വീട്ടിലേക്ക് ചെന്നു. ഡോർ ബെല്ലടിച്ചു. അവന്റെ ഭാര്യ അനന്യ വീടിന്റെ കതക് തുറന്നു. അനന്യ തന്റെ ഭർത്താവിനെ കണ്ടതും കെട്ടിപ്പിടിച്ചു. ഇത് കണ്ടതും ആ പ്രേതത്തിന് ദേഷ്യം വന്നു. അപ്പോഴാണ് അനന്യ ആ പ്രേതത്തിനെ കണ്ടത്. അത് ശരി, ഇവരാരാണ്? നീ തന്നെ കേൾക്കൂ. എനിക്ക് ഒരു കാര്യവും അറിയില്ല. വരുന്ന വഴിയിൽ കണ്ടു. ഇവറിന് ലിഫ്റ്റ് കൊടുത്തു. ഇന്ന് രാത്രി ഇവിടെ താമസിക്കും. നാളെ രാവിലെ ഇവിടുന്ന് പോവും. നിങ്ങളുടെ പേരെന്താണ്? അത് സുകന്യ. നിങ്ങൾ അകത്ത് വന്നിരിക്കൂ, ഞാൻ ചെന്ന് ആഹാരം എടുത്തിട്ട് വരാം. അനന്യ ആഹാരം എടുക്കാൻ കിച്ചണിലേക്ക് ചെന്നു. നിനക്ക് കല്യാണം കഴിഞ്ഞെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ കേട്ടില്ലല്ലോ. എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. നിങ്ങൾ എന്താ സംസാരിക്കുന്നു? എനിക്ക് മുൻപ് തന്നെ കല്യാണം കഴിഞ്ഞു. അപ്പോഴാണ് ആഹാരം എടുത്തുകൊണ്ട് അനന്യ അവിടേക്ക് വന്നത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞതാണ്. പിന്നെ എങ്ങനെ നിങ്ങളെ കല്യാണം കഴിക്കാൻ സാധിക്കും? ദേ നോക്ക്, ഇന്ന് രാത്രി ഇവിടെ തങ്ങിക്കോളൂ. രാവിലെ നിങ്ങളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു പോകൂ. മോഹൻ എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ പോകും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ താമസിക്കും. എങ്ങനെ നീ പോകാതിരിക്കും? ഞാൻ അതൊന്ന് കാണട്ടെ. എണീക്ക്, ഇവിടുന്ന് പോ. അനന്യ ആ പ്രേതത്തെ വീട്ടിൽ നിന്നും വിരട്ടാൻ ശ്രമിച്ചു. ആ പ്രേതത്തിന് ദേഷ്യം വന്നു. അവൾ തന്റെ യഥാർത്ഥ പ്രേതത്തിന്റെ രൂപത്തിലേക്ക് മാറി. അവൾ കാണാൻ ഉണങ്ങിയതും ഉയരമുള്ളവളും കറുപ്പുമായിരുന്നു. മുഖം വിളറി ഉണങ്ങി കാണാൻ വളരെ ഭയങ്കരമായിരുന്നു. ഇത് കണ്ടിട്ട് അനന്യ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ശച്ചുണ്ണി! ശച്ചുണ്ണി പ്രേതം തന്റെ കൈകൊണ്ട് അനന്യയുടെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു. അനന്യയുടെ ഭർത്താവ് മോഹൻ അവളെ രക്ഷിക്കാനായി വന്നു. പക്ഷേ ശച്ചുണ്ണി അനന്യയെ വെറുതെ വിട്ടില്ല. അവളുടെ കഴുത്ത് ഞെരിച്ചു. അനന്യ അവിടെ തന്നെ മരിച്ചുപോയി. ശച്ചുണ്ണി അനന്യ മരിച്ചത് കണ്ടിട്ട് ഭയങ്കരമായി ചിരിക്കാൻ തുടങ്ങി. ആ ചിരി ലാവാ ഗ്രാമം മുഴുവനും കേട്ടു. സമയം രാവിലെ ആയി. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാരും മോഹന്റെ വീട്ടിൽ കൂടി നിന്നു. അവരെല്ലാവരും അനന്യയുടെ ശരീരം കണ്ട് പേടിച്ചിരിക്കുകയാണ്. അവളുടെ പ്രേതം കണ്ടാൽ എങ്ങനെയായിരുന്നെന്നാൽ ഏതോ ഒരു പ്രേതം അവളെ കൊന്നതിന് ശേഷം അവളുടെ രക്തം കുടിച്ചതുപോലെ തോന്നി. അനന്യയുടെ മുഖം മഞ്ഞ നിറത്തിലായിരുന്നു. ഇന്നലെ ആ പ്രേതം എന്റെ വീട്ടിലേക്ക് വന്നു. അത് എന്റെ മരുമകളെ കൊന്നിട്ട് പിന്നെ മോഹനെ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുപോയി. എന്റെ മോഹന് എവിടെ ഉള്ളത്? അവൻ ജീവനോട് ഉണ്ടാവുമോ ഇല്ലയോ? ആ പ്രേതം ഗ്രാമത്തിലെ ജനങ്ങളെ വല്ലാതെ ശല്യം ചെയ്യുന്നു. അത് ഒരു ഭംഗിയുള്ള സ്ത്രീയുടെ രൂപത്തിൽ അവിടെ ഇവിടെ അലയുന്നു കേട്ടു. അതെ തലവൻ സാറേ, ഇന്നലെ രാത്രി ഞാനും ഒരു സ്ത്രീനെ കണ്ടു. അത് എൻ്റെ അടുത്ത് വന്ന് നിനക്ക് കല്യാണം കഴിഞ്ഞോ ഇല്ലയോ എന്ന് കേട്ടു. അതാണ് പ്രേതമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അത് പ്രേതം മാത്രമല്ല, അതിന് ബുദ്ധിയും ഇല്ല. എന്തിനാ? അതിന് നിന്റെ മുഖത്തിനെ കണ്ട ഉടൻ തന്നെ മനസ്സിലായിട്ടുണ്ടാവണമല്ലോ നിന്നെ എവരെ കല്യാണം കഴിക്കുമെന്ന്. ആ പ്രേതത്തിന്റെ കഥ തീർക്കുന്നവരെ ഗ്രാമത്തിലെ എല്ലാ സ്ഥലത്തും ഒരു പോസ്റ്റർ ഒട്ടിയേക്കാം. എന്തെങ്കിലും ഭംഗിയുള്ള സ്ത്രീ വന്ന് കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചാൽ സമ്മതിക്കരുത് എന്ന്. ഗ്രാമത്തിലെ എല്ലാ സ്ഥലത്തും പോസ്റ്റർ ഒട്ടിക്കാൻ തുടങ്ങി. അതിൽ എന്തെഴുതിയിരുന്നാൽ ഭംഗിയുള്ള പെണ്ണ് ആരെങ്കിലും കല്യാണം കഴിക്കാമോന്ന് ചോദിച്ചാൽ സമ്മതിക്കരുത്. അത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ഗ്രാമത്തിലെ എല്ലാ സ്ഥലത്തും പോസ്റ്റർ കണ്ടിട്ട് ഗ്രാമത്തിലെ ചെറുപ്പക്കാർ പേടിച്ചു. മുൻപേ ആൺകുട്ടികൾ പെൺകുട്ടികളെ കളിയാക്കും, ഇപ്പോൾ പെൺകുട്ടികൾ ആൺകുട്ടികളെ കളിയാക്കുന്നു. ഗ്രാമത്തിലെ ചെറുപ്പക്കാർ ചിലർ ഗ്രാമത്തിനടുത്ത് നിൽക്കുകയാണ്. അതുവഴി കുറച്ച് പെണ്ണുങ്ങൾ പോവുകയാണ്.
പെണ്ണുങ്ങളെ കണ്ടതും തന്നെ ആൺകുട്ടികളെല്ലാം അവരുടെ തല കുനിച്ചു. ഏയ്, കല്യാണം കഴിക്കുമോ എന്നെ? ചേട്ടാ, എന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നു? നിങ്ങളുടെ വീട്ടിൽ അച്ഛൻ അനിയൻ ആരുമില്ലേ? നീ പറ, എന്നെ കല്യാണം കഴിക്കുമോ ഇല്ലയോ? ആ, കഴിക്കുന്നു. ശരിയെന്ന് പറയാൻ നിനക്ക് പേടിയില്ലേ? പോസ്റ്റർ കണ്ടോ നീ എന്താ എഴുതിയിരിക്കുന്നതെന്ന്? ഏതെങ്കിലും പെണ്ണ് കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചാൽ സമ്മതിക്കരുതെന്ന്. നീ നന്നായിട്ട് കാണ്, അതില് ഭംഗിയുള്ള പെണ്ണിനെ എഴുതിയിരിക്കുന്നു. ആ പെണ്ണ് നീയല്ല, അതുകൊണ്ടാണ് ശരിയെന്ന് പറഞ്ഞു. സമയം രാത്രിയായി. പ്രേതം ഭംഗിയുള്ള പെണ്ണിന്റെ രൂപത്തിൽ പുളിമരത്തിന് താഴെ നിൽക്കുകയാണ്. പിന്നെ അവിടെ വരുന്നവരോടും പോകുന്നവരോടും കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കുന്നു. എന്നെ കല്യാണം കഴിക്കുമോ? ഇല്ല, എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല. ഇതുപോലെ ആ പ്രേതം 3-4 ആളുകളോട് ചോദിച്ചു. പിന്നെ എല്ലാരും പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. കുറച്ചു സമയത്തിന് ശേഷം ആ പ്രേതം നോക്കി അവിടെ എല്ലാ സ്ഥലത്തും പോസ്റ്റർ ഒട്ടിയിരുന്നു. അതിൽ എന്ത് എഴുതിയിരുന്നെന്നാൽ, ഭംഗിയുള്ള പെണ്ണ് കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചാൽ പറ്റില്ലെന്ന് പറയണം, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇത് കണ്ടതും പ്രേതത്തിന് ദേഷ്യം വന്നു. സമയം രാവിലെയായി. ഗ്രാമത്തിലുള്ള എല്ലാവരും എണീറ്റു എന്നിട്ട് നോക്കി. അവിടെ ഉണ്ടായിരുന്ന പോസ്റ്ററൊക്കെ കീറിയിരുന്നു. ഇത് കണ്ടിട്ട് ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും പേടിച്ചുപോയി. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം തലവന്റെ വീട്ടിലേക്ക് ചെന്നു. തലവൻ സാറേ, ആ പ്രേതം ഗ്രാമത്തിൽ ഒട്ടിയിരുന്ന എല്ലാ പോസ്റ്റേഴ്സിനെയും എടുത്തു. ഇനി എന്തു ചെയ്യാനാ? ഇപ്പോൾ ആ പ്രേതത്തിന് ഒരു തീരുമാനം കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ ഇവിടെ ഒരു ബാബാവിനെ വരാൻ പറഞ്ഞു. അപ്പോഴാണ് അവിടേക്ക് ബാബ വന്നത്. ഗ്രാമത്തിലെ ജനങ്ങളും തലവരും അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇവളാണ് സക്ഷുണ്ണി. ഈ സക്ഷുണ്ണി ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ ആത്മാവാണ്. അത് കല്യാണം കഴിയാതെ ആൺകുട്ടികളെ തന്റെ വശത്ത് ഈർക്കാൻ നോക്കുന്നു. പക്ഷേ ബാബാ, ഇതിൽ നിന്ന് തപ്പിക്കാൻ വഴി എന്താണ്? അവൾക്ക് അന്യായം നടന്നിട്ടുണ്ട്. അവളിന് ന്യായം വഴങ്ങുന്നവരെ അതുവരെ എല്ലാ ആൺകുട്ടികളും അവന് കല്യാണം കഴിഞ്ഞിരുന്നാലും അല്ലെങ്കിലും പുറത്തു പോകുമ്പോൾ ഒരു സ്ത്രീനെ കൂട്ടിക്കൊണ്ടു പോകും. അപ്പോഴേ നിനക്ക് കല്യാണം കഴിഞ്ഞെന്ന് സക്ഷുണ്ണി കരുതും. ഇന്നാണ് ആദ്യമായിട്ട് ഞങ്ങളെപ്പോലെ സിംഗിൾ ചെക്കനുകൾക്ക് ഒരാള് ചട്ടം പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും ജോഡിയായിട്ട് ചുത്തണം. നിനക്ക് ഇഷ്ടമെങ്കിൽ നമ്മൾ രണ്ടുപേരും ജോഡിയായി കഴിയാം. നിന്റെ മുഖം നീ കണ്ടോ? നീ കാരണമാണ് ഗവൺമെന്റ് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കണമെന്ന് പറയുന്നത്. കാരണം കുറച്ചു സമയമെങ്കിലും ജനങ്ങൾ നിന്റെ മുഖം കാണാതിരിക്കുമല്ലോ, അതുകൊണ്ട്. ഗ്രാമത്തിലെ ചെറുപ്പക്കാരെല്ലാവരും പെണ്ണുങ്ങളോടൊപ്പം ജോഡിയായി വരുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. കൂടെ ഒരു പെണ്ണുണ്ടെങ്കിൽ മാത്രമേ അവർ വീട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നുള്ളൂ. ഞാൻ പാടത്തിലേക്ക് പോകണം, എന്നോടൊപ്പം വരുന്നോ? നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളും ഒന്നുമില്ലേ? എന്റെ അമ്മയും എന്റെ വീട്ടിൽ പെൺകളും ഇരുന്നാൽ ഞാൻ എന്തിനാ നിന്നെ ചോദിക്കുന്നു? ചില ചെറുപ്പക്കാരുണ്ടായിരുന്നു, അവർക്ക് ജോഡി കിട്ടിയതേ ഇല്ല. സ്ത്രീകൾ അവരെ ആളായി കൂട്ടാക്കുന്നില്ല. അവരെല്ലാരും സച്ചുണ്ണിയെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ജോഡി കിട്ടിയിട്ടുണ്ട്. ചെരുപ്പ്, ഷൂവിനെ കൂടെ ജോഡി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ജോഡി കിട്ടിയിട്ടില്ല. ഇനി മുതൽ സച്ചുണ്ണിയാണ് ജോഡിയാണ് വെക്കേണ്ടത്. ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാരും തന്നെ ജോഡിയോടൊപ്പം വീട്ടിൽ നിന്നും പുറത്തു വരുന്നു. ചെറിയ പെണ്ണുങ്ങൾ പോലും ആണുങ്ങളെ സച്ചുണ്ണിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി നെറ്റിയിൽ കുങ്കുമം വെച്ചുകൊണ്ട് പോകുന്നു. സമയം രാത്രിയായി. സച്ചുണ്ണി റോഡിന്റെ അരികിൽ ഒരു ഭംഗിയുള്ള പെണ്ണിന്റെ രൂപത്തിൽ നിൽക്കുകയാണ്. അവൾ നോക്കി, ഏത് ചെറുക്കൻ ആ വഴി ചെന്നാലും ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെയാണ് പോകുന്നത്. അവൾക്കൊരു ചെറുപ്പക്കാരനെ പോലും കിട്ടിയില്ല. ഒരേ പെണ്ണ് ഒരുപാട് ചെറുക്കന്മാരുടെ കൂടെ ചുറ്റുന്നു. എന്നെ പറ്റിക്കുകയാണ്. ദേഷ്യം കൊണ്ട് സച്ചുണ്ണി തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി. അപ്പോഴാണ് ഒരു പെണ്ണിന്റെ കൂടെ ചെന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കഴുത്തിൽ പിടിച്ച് മുകളിലേക്ക് പൊക്കിയത്. സച്ചുണ്ണി ആ ആളിനെ കൊന്ന് അദ്ദേഹത്തിന്റെ രക്തം ഊറ്റിയെടുത്തു.